അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ CMRL അന്വേഷണം ഇപ്പോൾ ഏതു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു? ഇതിൽ ഇന്നലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു, കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അങ്ങേ അറ്റം കണ്ടേ ഇ ഡി പോകത്തുള്ളൂ എന്ന മട്ടിൽ തന്നെയാണോ ഇ ഡിയുടെ മുന്നോട്ടുള്ള പോക്ക്? ശശിധരൻ കർത്ത ഇന്നും ഹാജരാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് കഴിഞ്ഞ 2 ദിവസമായി CMRL ജീവനക്കാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ശേഷവും അവർ ആവശ്യപ്പെട്ട ചില നിർണായക രേഖകൾ ഈ ജീവനക്കാർ കൈമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ വീണ വിജയനും അതുപോലെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ കഴിയില്ല എന്നാണ് CMRL EDക്ക് മുമ്പിൽ നിലപാടെടുത്തത്. രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നാണ് വാദം. ED ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം തന്നെ ഈ കരാറുകളുമാണ്. അതായത് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള കരാറിന്റെ വിശദാംശങ്ങളും ആ രേഖകളുമാണ് പ്രധാനമായും ED ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ കരാർ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയ സുരേഷ് കുമാർ, അതായത് ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറിനെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. ഇന്നലെ കാഷ്യറായ വാസുദേവനെയും വിളിപ്പിച്ചിരുന്നു. എന്നാൽ അവർ നൽകിയ മറുപടി മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അവർ മറുപടിയായി നൽകുന്നുണ്ട്. പക്ഷേ ED ആവശ്യപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ രേഖകൾ, കരാറുകൾ നൽകാൻ കഴിയില്ല എന്നാണ് നിലപാടാണ് അവർ എടുത്തത്. ആവശ്യപ്പെട്ട രേഖകൾ നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമായതാണ്. അതിൽ സെറ്റിൽമെന്റിൽ ഭാഗമായതാണ് എന്നാണ് CMRL നിലപാടെടുത്തത്. സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും ഇത് പുനഃപരിശോധിക്കാൻ കഴിയില്ല എന്നുമാണ് ഇവർ നിലപാടെടുത്തത്. ആദായ നികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് CMRLന്റെ നീക്കം. എന്തായാലും ഈ സുരേഷ് കുമാറിനോടും വാസുദേവനോടും ഇന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം 24 ചോദ്യം ചെയ്ത 3 ജീവനക്കാരുണ്ട്. അവരോടൊപ്പം ഈ ശശിധരൻ കർത്തയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇവരുടെ ഹർജി ഈ വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. എന്തായാലും ഈ CMRലുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക രേഖകളും വിവരങ്ങളും ഒക്കെ തന്നെ ഇവർ EDക്ക് മുമ്പിൽ കൈമാറുന്നുണ്ട്. പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാറുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇവയുടെ വിശദാംശങ്ങൾ, രേഖകൾ അവ കൈമാറാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് CMRL എടുത്തത്.